നമ്മൾ കോവിഡ് കാലം കഴിഞ്ഞ് മഴക്കാലത്തിലോട്ട് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് കുട്ടികളിലുണ്ടാകുന്ന മഴക്കാല രോഗങ്ങളും അതിനുള്ള പ്രതിവിധിയെക്കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായി മഴക്കാല രോഗങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന്, കൊതുകിൽ കൂടി വരുന്ന രോഗങ്ങൾ, അതായത് മോസ്കിറ്റോ ബോൺ ഡിസീസസ്. രണ്ട്, ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ്, അതായത് വൃത്തിഹീനമായ വെള്ളത്തിൽ നിന്നും ആഹാരത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങൾ. മൂന്ന്, ഏറ്റവും കോമണായ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, വായുവിൽ കൂടി പകരുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ. ആദ്യമായി മോസ്കിറ്റോ ബോൺ ഡിസീസിലോട്ട് വരാം. മൂന്ന് പ്രധാന മോസ്കിറ്റോ ബോൺ ഡിസീസിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒന്ന്, ഡെങ്കി. രണ്ട്, മലേറിയ. മൂന്ന്, ചിക്കൻ ഗുനിയ. ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ സാധാരണയായി പകൽ കടിക്കുന്ന കൊതുകുകളാണ്. വീട്ടുമുറ്റത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ചെടിച്ചട്ടി, ചെറിയ ചിരട്ട, ഇത് മതി ഈ കൊതുകുകൾക്ക് മുട്ടയിടാനും ബ്രീഡ് ചെയ്യാനും. അതുകൊണ്ട് മാതാപിതാക്കൾ പ്രത്യേകിച്ച് നമ്മുടെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുകയും ഇതിന് ബ്രീഡ് ചെയ്യാനുള്ള സോഴ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. എന്താണ് ഡെങ്കിയുടെ രോഗലക്ഷണങ്ങൾ? ശക്തമായ പനി, തലവേദന, കണ്ണിന് പുറകിലുള്ള വേദന, ബ്ലഡിൻ്റെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ടായ ബ്ലീഡിങ്, വയറുവേദന, ഛർദിൽ മുതലായവ ഡെങ്കിയുടെ രോഗലക്ഷണങ്ങളാണ്. യഥാസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ മാരകമായേക്കാവുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മറ്റൊന്ന്, ഡെങ്കിയുടെ അത്രയും സുലഭമല്ലെങ്കിലും മലേറിയയാണ് അടുത്ത പ്രധാനമായ കൊതുകിൽ നിന്ന് ഉണ്ടാകാവുന്ന രോഗം. ശക്തമായ പനി, ക്ഷീണം, വിറയൽ, മഞ്ഞപ്പിത്തം, ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യുന്ന സെറിബ്രൽ മലേറിയ എന്നിവയാണ് ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ. രാത്രി കടിക്കുന്ന കൊതുകുകളാണ് പ്രധാനമായി മലേറിയ ഉണ്ടാക്കുന്നത്. ഇത് യൂഷ്വലി ഡേർട്ടി വാട്ടർ, അതായത് അഴുക്ക് ചാലുകളിലാണ് ഈ കൊതുകുകൾ മുട്ടയിടുന്നത്. ഇതാണ് ഡെങ്കിയും മലേറിയയും തമ്മിൽ പരത്തുന്ന കൊതുകുകളുടെ പ്രധാന വ്യത്യാസം. എന്താണെങ്കിലും വീടും പരിസരവും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. അടുത്തത് ചിക്കൻ ഗുനിയ. നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചിക്കൻ ഗുനിയയുടെ ഒരു സ്പ്രെഡ് കേരളത്തിലുണ്ടായതാണ്. ശക്തമായ പനി, പേശിവേദന, നീണ്ടു നിൽക്കുന്ന സന്ധിവേദന മുതലായവയാണ് ചിക്കൻ ഗുനിയയുടെ രോഗലക്ഷണങ്ങൾ. മോസ്കിറ്റോ ബോൺ ഡിസീസസ്, അതായത് കൊതുകിൽ കൂടി പകരുന്ന രോഗങ്ങൾ, കൊതുകിന് ബ്രീഡിങ്ങും മുട്ടയിടാനും ഉള്ള അവസരം നമ്മൾ അധികം കൊടുക്കാതിരിക്കുക. രണ്ട്, കുട്ടികളെ പുറത്തിറക്കുമ്പോൾ മോസ്കിറ്റോ റിപ്പല്ലൻസ് നമ്മൾ ശരീരത്തിൽ തേക്കുക. മൂന്ന്, ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സ്, കൈയും കാലും മൊത്തം കവർ ചെയ്യുന്ന ഡ്രസ്സ് ഇടിയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെങ്കി പരത്തുന്ന കൊതുകുകൾ സാധാരണ പൊക്കം താന്നുള്ള പ്രദേശത്താണ് കടിക്കുന്നത്. അതുകൊണ്ട് കാലുകൾ പ്രത്യേകിച്ച് ഫുള്ളി കവേർഡ് ആകാൻ നമ്മൾ ശ്രദ്ധിക്കണം. രണ്ട്, ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, ലെപ്റ്റോസ്പൈറോസിസ്, കോളറ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നിവയാണ്. ശുചിയില്ലാത്ത വെള്ളവും ആഹാരത്തിൽ കൂടെയാണ് ഫുഡ് ഓർ വാട്ടർ ബോൺ ഡിസീസസ് പകരുന്നത്. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുക, ഒത്തിരി ഷുഗർ, സ്പൈസി ഫുഡ് കഴിക്കുക, തുറന്നു വച്ചിരിക്കുന്ന ആഹാര സാധനങ്ങൾ, പലഹാരങ്ങൾ ഭക്ഷിക്കുക, ഇതിൽ കൂടെയാണ് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. കഴിവതും കുട്ടികൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് അപ്പോൾ പ്രിപ്പയർ ചെയ്ത് ചൂടോടെ ഉള്ള ആഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ആഹാരങ്ങൾ, വൈറ്റമിൻ സി നിറഞ്ഞ ആഹാരങ്ങൾ, ഫ്രൂട്ട്സ്, സാലഡ്സ് ഇവ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതായിരിക്കണം. ജിഞ്ചർ, ഗാർലിക്ക്, തേന് ഇവയൊക്കെ ചേർന്ന് ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. പൊതുവെ വയറിളക്കം ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഈ പറഞ്ഞവ. അതുകൊണ്ട് എപ്പോഴും വയറിളക്കത്തിൻ്റെ ആദ്യ ലക്ഷണം കണ്ടാൽ തന്നെ നമ്മൾ വീട്ടിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ORS, ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് സൊല്യൂഷൻ, നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് അത് കറക്റ്റ് രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കുട്ടികൾ കഴിക്കേണ്ടതാണ്.